ജ്ഞാനേഷ് കുമാറിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചു. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തരമന്ത്രി എന്നിവരടങ്ങുന്ന സെലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ജ്ഞാനേഷിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ തീരുമാനത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിയോജിപ്പ് പ്രകടിപ്പിച്ചു. വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ കാത്തിരിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇന്നാണ് സ്ഥാനം ഒഴിയുന്നത്. സാധാരണ നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് തൽസ്ഥാനത്തേക്ക് നിയമിക്കുന്നത്. എന്നാൽ 2023 മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു. ഈ നിയമപ്രകാരം സെർച്ച് കമ്മിറ്റി 5 സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ക്യാബിനറ്റ് മന്ത്രിയുമാണ് അന്തിമ തിരഞ്ഞെടുപ്പ് നടത്തുക. മുൻപ് ഈ പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും അംഗമായിരുന്നു. എന്നാൽ ചീഫ് ജസ്റ്റിസിനെ മാറ്റി ക്യാബിനറ്റ് മന്ത്രിയെ സമിതിയിൽ അംഗമാക്കിയ നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഫെബ്രുവരി 19 ഹർജിയിൽ ഇനി സുപ്രീം കോടതി വാദം കേൾക്കേണ്ടത്. അതേസമയം കോടതിയുടെ പരിധിയിലിരിക്കുന്ന വിഷയത്തിൽ ധൃതി കാട്ടേണ്ടതില്ലെന്നും ഉത്തരവ് വരുന്നതുവരെ കാത്തിരിക്കണമെന്നുമായിരുന്നു വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട്. വാദം കേൾക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്ന വിഷയത്തിൽ എന്തിനാണ് തിടുക്കപ്പെട്ട നിയമനം നടത്തുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും BJPയുമായും ഏറെ അടുപ്പം സൂക്ഷിക്കുന്നയാളാണ് ജ്ഞാനേഷ് കുമാർ എന്ന ആക്ഷേപവും കോൺഗ്രസ് ഉയർത്തിയിരുന്നു. അതേസമയം നിയമനം സുപ്രീം കോടതി തടഞ്ഞിട്ടില്ലെന്നും എത്രയും പെട്ടെന്ന് നിയമനം നടത്തണമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. തീരുമാനം വൈകുന്നത് തിരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കുമെന്നും കേന്ദ്രം പറഞ്ഞിരുന്നു. രാജീവ് കുമാറിന്റെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് തന്നെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി മുന്നോട്ടു പോകാനായിരുന്നു കേന്ദ്രത്തിന്റെ തീരുമാനം. അതുതന്നെ സംഭവിച്ചു. 1988 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ ജ്ഞാനേഷ് കുമാർ ആന്ധ്ര സ്വദേശിയാണ്. കഴിഞ്ഞ മാർച്ചിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. ഹരിയാനയിലെ ചീഫ് സെക്രട്ടറി വിവേക് ജോഷിയാണ് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രതിരോധ മന്ത്രാലയത്തിലും ആഭ്യന്തര മന്ത്രാലയത്തിലും ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിൽ സെക്രട്ടറി, സഹകരണ മന്ത്രാലയത്തിലെ സെക്രട്ടറി തുടങ്ങി നിരവധി സുപ്രധാന പദവികൾ ജ്ഞാനേഷ് കുമാർ വഹിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ബില്ല് തയ്യാറാക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ആളാണ് ജ്ഞാനേഷ് കുമാർ. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായിരിക്കെ ഉത്തർപ്രദേശിലെ അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളും കൈക്കൊണ്ടിരുന്നു.